ഹലോ ഫ്രണ്ട്സ്, ഫെബ്രുവരി മാസം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മാർച്ച് മാസം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഫെബ്രുവരി മാസത്തിൽ നമ്മളെ EV സെയിൽസ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഓൾ ഇന്ത്യ ലെവലിൽ എന്തുമാത്രം വണ്ടിയുടെ ഓരോ ബ്രാൻഡ് വിട്ടിട്ടുണ്ടെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ജെയിൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ വീഡിയോ കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടെ നിൽക്കുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഇട്ടാൽ മതി, ഞാൻ ആൻസർ ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. കഴിഞ്ഞ മാസം ആക്ച്വലി ഇൻട്രസ്റ്റിംഗ് ഒരു മാസമായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, എല്ലാ ബ്രാൻഡ്സും ഒരു പല ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടിയിലൊക്കെ ധാരാളം ഓഫേഴ്സാണ് എല്ലാവരും കൊടുത്തത്. അതിൽ ഏറ്റവും മേളിൽ നിന്നത് ഓലയും ഏതറൊക്കെയാണ്. അപ്പോൾ അവരുടെ ഫിഗേഴ്സ് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, എന്തുമാത്രം വണ്ടി വിൽക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേയായിട്ട് നമ്മളിപ്പോൾ ടോട്ടൽ ഫിഗർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഓൾ ഇന്ത്യ ലെവലിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് വന്നത് 89,963 യൂണിറ്റ്സ് ആണ്. നമ്മൾ മന്ത് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 0.76 പോസിറ്റീവ് ഗ്രോത്താണ് കാണിക്കുന്നത്. അത് ഇയർ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 24% ഗ്രോത്താണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഗ്രോത്താണ് കഴിഞ്ഞ മാസം കാഴ്ചവെച്ചിരിക്കുന്നത്. അടുത്ത നമുക്ക് ടോപ്പ് 10 നമുക്ക് നോക്കാം. അപ്പോൾ 10ാം സ്ഥാനം നിൽക്കുന്നത് ഒക്കിനാവ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ മാസം ഒക്കിനാവ തന്നെയാണ് 10ാം സ്ഥാനം നിന്നത്. അപ്പോൾ ജനുവരി മാസത്തിലെ ഫിഗർ നമ്മൾ നോക്കുകയാണെങ്കിൽ 689 യൂണിറ്റ്സ് സെയിൽ ചെയ്യാൻ സാധിച്ചു. ഫെബ്രുവരി മാസം ആയപ്പോൾ അത് 660 കുറഞ്ഞു. അപ്പോൾ മന്ത് ഓൺ മന്ത് നമ്മൾ പറയുകയാണെങ്കിൽ 3.3% ഒരു ഡിപ്രിസിയേഷൻ കാണിക്കുന്നത്. ഇയർ ഓൺ ഇയർ നമ്മൾ നോക്കുകയാണെങ്കിലും കുറവാണ്, 83% കുറവാണ് കാണിക്കുന്നത്. അടുത്ത നമ്മൾ 9ാം സ്ഥാനത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കൈനറ്റിക് ഗ്രീനാണ് നിൽക്കുന്നത്. അവർക്ക് ജനുവരി മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 820 യൂണിറ്റ്സും ഫെബ്രുവരി മാസം ആയപ്പോൾ 631 യൂണിറ്റ്സ് ആയിട്ട് കുറഞ്ഞു. അപ്പോൾ പറയുകയാണെങ്കിൽ മന്ത് ഓൺ മന്ത് വന്നിട്ട് -23% ഒരു ഡിപ്രിസിയേഷൻ കാണിക്കുന്നത്. അപ്പോൾ ഇയർ ഓൺ ഇയർ പറയുകയാണെങ്കിൽ ഡിപ്രിസിയേഷനാണ്, -52% ഒരു ഡിപ്രിസിയേഷൻ കാണിക്കുന്നത്. അടുത്ത നമ്മൾ 8ാം സ്ഥാനത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ജോയ് ബൈക്കാണ് 8ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അവർക്ക് ജനുവരി മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 975 യൂണിറ്റ്സും ഫെബ്രുവരി മാസം ആയപ്പോൾ 840 യൂണിറ്റ്സ്. അപ്പോൾ മന്ത് ഓൺ മന്ത് നമ്മൾ പറയുകയാണെങ്കിൽ -13.8% ആണ്. അതുപോലെ ഇയർ ഓൺ ഇയർ പറയുകയാണെങ്കിൽ +291% കാണിക്കുന്നത്. അടുത്ത നമ്മൾ 7ാം സ്ഥാനത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ബിഗോസ് ഓട്ടോസ് ആണ് നിൽക്കുന്നത്. അവർക്ക് ജനുവരി മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 1485 യൂണിറ്റ്സും ഫെബ്രുവരി മാസം ആയപ്പോൾ 1349 യൂണിറ്റ്സ്. അപ്പോൾ മന്ത് ഓൺ മന്ത് നമ്മൾ പറയുകയാണെങ്കിൽ -9% ഡിപ്രിസിയേഷൻ ആണ് കാണിക്കുന്നത്. അതുപോലെ ഇയർ ഓൺ ഇയർ പറയുകയാണെങ്കിൽ 102% ഒരു ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. അടുത്ത നമ്മൾ 6ാം സ്ഥാനത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹീറോ വിഡയാണ് നിൽക്കുന്നത്. അവർക്ക് ജനുവരി മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 1487 യൂണിറ്റ്സ് ആണ്. അതേ സ്ഥാനത്ത് ഫെബ്രുവരി മാസം സമയത്ത് 1750 യൂണിറ്റ് സെയിൽ ചെയ്യാൻ സാധിച്ചു. നമ്മൾ മന്ത് ഓൺ മന്ത് പറയുകയാണെങ്കിൽ +17.6% ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. ഇയർ ഓൺ ഇയർ ഡാറ്റ നമുക്ക് അവൈലബിൾ അല്ല. അതിലൊരു കാര്യം എടുത്ത് പറയേണ്ടത്, ഇപ്പോൾ 5 വണ്ടി കമ്പയർ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഗ്രോത്ത് കാണിച്ചിരിക്കുന്നത് ഹീറോ വിഡ മാത്രമാണ്. ബാക്കി എല്ലാ ആൾക്കാർക്കും സെയിൽസ് ഫിഗേഴ്സിൽ നെഗറ്റീവ് ഫിഗേഴ്സ് ആണ്. അപ്പോൾ ഹീറോ വിഡ മാത്രമാണ് പോസിറ്റീവ് ഒരു 17.6% ഗ്രോത്ത് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് നല്ലൊരു കാര്യമാണ് ആ കാര്യം. അടുത്ത നമ്മൾ 5ാം സ്ഥാനം നോക്കുകയാണെങ്കിൽ ഗ്രീവിയസ് ഇലക്ട്രിക് ആണ്. അത് നമ്മുടെ ആംബിയറിൻ്റെ വണ്ടികളാണ്. ജനുവരി മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 2351 യൂണിറ്റ്സും ഫെബ്രുവരി മാസം ആയപ്പോൾ അത് 2484 കൂടുകയും ചെയ്തു. അപ്പോൾ മന്ത് ഓൺ മന്ത് നമ്മൾ പറയുകയാണെങ്കിൽ +5.6% ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. ഇയർ ഓൺ ഇയർ പറയുകയാണെങ്കിൽ 1524%. ആക്ച്വലി 1524% നമ്മൾ പറയേണ്ട കാര്യമില്ല, കാരണം വേറെ ഒന്നും കൊണ്ടല്ല, കഴിഞ്ഞ വർഷം ഫിഗേഴ്സ് വളരെ കുറവായിരുന്നു. അപ്പോൾ കയ്യിൽ എണ്ണാവുന്ന വണ്ടികൾ മാത്രമേ കഴിഞ്ഞ വർഷം വിറ്റിട്ടുള്ളൂ. അപ്പോൾ ഈ വർഷം അത് കുറച്ച് വണ്ടി കൂടുതൽ വിറ്റതുകൊണ്ടാണ് ഇത്ര ഇയർ ഓൺ ഇയറിൽ പോസിറ്റീവ് ഗ്രോത്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് നല്ല കാര്യമാണ് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും മന്ത് ഓൺ മന്ത് നമ്മൾ പറയുകയാണെങ്കിൽ +5.6 നല്ലൊരു കാര്യമാണ്. അടുത്ത നമ്മൾ ടോപ്പ് 4 നമ്മൾ നോക്കുകയാണെങ്കിൽ 4ാം സ്ഥാനം നിൽക്കുന്നത് ഏതർ എനർജിയാണ്. അപ്പോൾ കഴിഞ്ഞ മാസം ഏതർ തന്നെയായിരുന്നു 4ാം സ്ഥാനത്ത്. അവർക്ക് ജനുവരി മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 9209 യൂണിറ്റ്സ് ആണ്. ഫെബ്രുവരി മാസത്തിലായപ്പോൾ 8983 യൂണിറ്റ്സ്. അപ്പോൾ മന്ത് ഓൺ മന്ത് നമ്മൾ പറയുകയാണെങ്കിൽ -2.4 ഒരു ഡിപ്രിസിയേഷൻ ആണ് കാണിക്കുന്നത്. അതുപോലെ ഇയർ ഓൺ ഇയർ നമ്മൾ പറയുകയാണെങ്കിൽ -10% ഡിപ്രിസിയേഷൻ ആണ് കാണിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഒരു കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആണ്. ഞാൻ കുറച്ചുകൂടി വണ്ടി സെയിൽസ് പ്രതീക്ഷിച്ചു. വേറൊന്നും കൊണ്ടല്ല, ഏതറിന് ആക്ച്വലി കുറേ ഓഫേഴ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ മാസം. എന്നിട്ട് പോലും അവർക്ക് ആ സെയിൽസിൽ ഒരു പോസിറ്റീവ് ഗ്രോത്ത് കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയില്ല, ഏതറിൻ്റെ റിപ്പോർട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ എന്നറിയില്ല, എന്തായാലും നെഗറ്റീവ് ഗ്രോത്ത് ആണ് എല്ലാം ഇത് കാണിക്കുന്നത്. അടുത്ത നമ്മൾ ടോപ്പ് 3 നമ്മൾ നോക്കുകയാണെങ്കിൽ 3ാം സ്ഥാനം നിൽക്കുന്നത് ബജാജ് ചേതക്കാണ്. അപ്പോൾ കുറേ മാസങ്ങളായിട്ട് ബജാജ് ചേതക് തന്നെയാണ് നിൽക്കുന്നത്. നമ്മുടെ സോളിഡ് ബിൽഡ് ഇലക്ട്രിക് സ്കൂട്ടർ ഓഫ് ഇന്ത്യ തന്നെയാണ്. അത്രയും സോളിഡ് ബിൽഡ് വണ്ടി ആയതുകൊണ്ട് ധാരാളം ബുക്കിംഗ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജനുവരി മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 10742 യൂണിറ്റ്സ് ആണ്. അത് ഫെബ്രുവരി മാസം ആയപ്പോൾ 11618 കൂടി. അപ്പോൾ നമ്മൾ മന്ത് ഓൺ മന്ത് പറയുകയാണെങ്കിൽ +8.1% ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. അതുപോലെ ഇയർ ഓൺ ഇയർ പറയുകയാണെങ്കിൽ +784% ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. അടുത്ത നമ്മൾ ടോപ്പ് 2 നമ്മൾ നോക്കുകയാണെങ്കിൽ 2ാം സ്ഥാനം നിൽക്കുന്നത് TVSന്റെ iQube ആണ്. അവർക്ക് ജനുവരി മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 15181 യൂണിറ്റ്സ് ആണ്. അതേ സ്ഥാനത്ത് ഫെബ്രുവരി മാസത്തിൽ 14449 യൂണിറ്റ്സ് സെയിൽ ചെയ്യാൻ സാധിച്ചുള്ളൂ. നമ്മൾ മന്ത് ഓൺ മന്ത് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ -4.5% ഒരു ഡിപ്രിസിയേഷൻ കാണിക്കുന്നത്. അതേ സ്ഥാനത്ത് ഇയർ ഓൺ ഇയർ എന്ന് പറയുകയാണെങ്കിൽ +15% ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് വലിയൊരു നെഗറ്റീവായിട്ട് തോന്നുന്നില്ല, കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഓരോ ഓഫേഴ്സ് നമ്മൾ iQube ഇതുവരെ കൊടുത്ത് കണ്ടിട്ടില്ല. അത് മാത്രമല്ല അധികം വേരിയൻസ് അവർക്കില്ല. എന്നിട്ട് പോലും കുറേ മാസങ്ങളായിട്ട്, ഒരു മാസം 1 ഇയർ ആയിട്ടുണ്ടാവും, ഒരു വർഷമായിട്ട് പോലും iQube തന്നെയാണ് 2ാം സ്ഥാനം നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് iQube സെയിൽസ്. കാരണം അത്രയും നല്ലൊരു വണ്ടിയാണെന്ന് തോന്നുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർ അത് വീണ്ടും പ്രിഫർ ചെയ്യുന്നത്. കാരണം അത്ര എന്താ പറയുക, അധികം ഫീച്ചേഴ്സ് ഒന്നും ഇല്ല. എന്നിട്ട് പോലും ആൾക്കാർ എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വണ്ടിയുടെ ഒരു ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്, പിന്നെ ആഫ്റ്റർ സർവീസും എല്ലാം നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ മാക്സിമം ഈ വണ്ടി പ്രിഫർ ചെയ്യുന്നത് തോന്നുന്നു. അടുത്ത 1ാം സ്ഥാനം നോക്കുകയാണെങ്കിൽ ഒരു സംശയമില്ല, ഓല ഇലക്ട്രിക്കിനാണ് 1ാം സ്ഥാനം നിൽക്കുന്നത്. അവർക്ക് ജനുവരി മാസം സെയിൽ
സെയിൽ ചെയ്യാൻ സാധിച്ചത് 32,160 യൂണിറ്റ്സ് ആണ്. അതേസമയത്ത് ഫെബ്രുവരി മാസം ആയപ്പോൾ അത് 33,722 യൂണിറ്റ്സ് ആയിട്ട് കൂടുകയും ചെയ്തു. അപ്പോൾ മന്ത് ഓൺ മന്ത് നമ്മൾ പറയുകയാണെങ്കിൽ പോസിറ്റീവ് ഒരു 4.8% ഒരു ഇൻക്രീസ് ആണ് കാണിക്കുന്നത്. അതേസമയത്ത് ഇയർ ഓൺ ഇയർ എന്ന് പറയുകയാണെങ്കിൽ 91% ഒരു ഇൻക്രീസ് ആണ് കാണിക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് തന്നെയാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇത്രയും ഓഫേഴ്സും അതുപോലെ 8 വർഷം ബാറ്ററി വാറണ്ടി, അത് മാത്രമല്ല പല പ്രൈസ് ഡ്രോപ്പ് അത്രയും കൊടുത്തിട്ട് പോലും ഓലയുടെ ആ ബുക്കിംഗ്സ് അതിൽ കാണുന്നില്ല. എന്താണെന്നറിയില്ല. അപ്പോൾ ആൾക്കാർ മാക്സിമം പ്രിഫർ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. കാരണം ഇത്രയും നല്ലൊരു വണ്ടി വേറെ ഒന്നും ഇല്ല. പക്ഷേ ആ സർവീസിൽ മേ ബി ഇഷ്യൂസ് ഉള്ളതുകൊണ്ടായിരിക്കും ആൾ പ്രിഫർ ചെയ്യാത്തത്. പക്ഷേ ഞാൻ പേഴ്സണലി ഒരു 45,000 മുതൽ 50,000 വണ്ടി ആക്ച്വലി പ്രതീക്ഷിച്ചു. കാരണം ഇത്രയും പ്രൈസ് ഡ്രോപ്പ് കൊടുത്തിട്ടും ആൾക്കാർ വണ്ടി എടുക്കാത്ത എന്താണെന്ന് അറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഓല അത് നോക്കേണ്ട ഒരു കാര്യം തന്നെയാണത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത്ര ഉണ്ടായിരുന്നല്ലോ ടോപ്പ് 10. പക്ഷേ ആക്ച്വലി റിക്വസ്റ്റ് വീഡിയോ ആണ്. വേറെ കുറച്ച് വണ്ടിയുടെ സെയിൽസ് ഫിഗേഴ്സ് പറഞ്ഞ ആൾക്കാർ കമന്റ് ബോക്സിൽ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്. നമ്മൾ സിമ്പിൾ എനർജിയുടെ കേസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സിമ്പിൾ എനർജിക്ക് നമുക്ക് ജനുവരി മാസം സെയിൽ ചെയ്യാൻ സാധിച്ചു 34 യൂണിറ്റ്സ് സെയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതേസമയത്ത് ഫെബ്രുവരി മാസം ആയപ്പോൾ 124 യൂണിറ്റ്സ് സെയിൽ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ മന്ത് ഓൺ മന്ത് നമ്മൾ പറയുകയാണെങ്കിൽ 264% പോസിറ്റീവ് ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ഗ്രോത്ത് ആണ് സിമ്പിൾ എനർജി കാഴ്ചവെച്ചിരിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ വണ്ടി ഡെലിവറി ചെയ്യുകയാണ് തീർച്ചയായിട്ടും ബാക്കി എല്ലാ ആൾക്കാർക്ക് ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റുന്ന വണ്ടി തന്നെയാണ് സിമ്പിൾ എനർജി. അടുത്ത നമ്മൾ റിവർ ഇൻഡിയുടെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജനുവരി മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 42 യൂണിറ്റ്സ് ആണ്. അത് ഫെബ്രുവരി മാസം ആയപ്പോൾ 81 യൂണിറ്റ്സ് ആയിട്ട് കൂടുകയും ചെയ്തു. അപ്പോൾ മന്ത് ഓൺ മന്ത് നമ്മൾ പറയുകയാണെങ്കിൽ 92.8 പോസിറ്റീവ് ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. അടുത്ത നമ്മൾ ടോർക്ക് മോട്ടോഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജനുവരി മാസം അവർക്ക് സെയിൽ ചെയ്യാൻ സാധിച്ചത് 221 യൂണിറ്റ്സ് ആണ്. അത് ഫെബ്രുവരി മാസം ആയപ്പോൾ 143 യൂണിറ്റ്സ് ആയിട്ട് കുറയുകയും ചെയ്തു. അപ്പോൾ മന്ത് ഓൺ മന്ത് നമ്മൾ പറയുകയാണെങ്കിൽ -35.2% ഒരു ഡിപ്രീസിയേഷൻ ആണ് കാണിക്കുന്നത്. അടുത്ത നമ്മൾ അൾട്രാ വയലറ്റിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജനുവരി മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 13 യൂണിറ്റ്സ് ആണ്. ഫെബ്രുവരി മാസം ആയപ്പോൾ 29 യൂണിറ്റ്സ് ആയിട്ട് കൂടി. അപ്പോൾ മന്ത് ഓൺ മന്ത് നമ്മൾ പറയുകയാണെങ്കിൽ 123% പോസിറ്റീവ് ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. അടുത്ത നമ്മൾ റിവോൾട്ട് മോട്ടോഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജനുവരി മാസം സെയിൽ ചെയ്യാൻ സാധിച്ചത് 528 യൂണിറ്റ്സ് ആണ്. അത് ഫെബ്രുവരി മാസം ആയപ്പോൾ 434 യൂണിറ്റ്സ് ആയിട്ട് കുറയുകയും ചെയ്തു. അപ്പോൾ മന്ത് ഓൺ മന്ത് നമ്മൾ പറയുകയാണെങ്കിൽ -17.8% ഡിപ്രീസിയേഷൻ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരിക്കുന്നു. ഇൻഫോർമേറ്റീവ് ചെയ്ത് വെച്ചാൽ ലൈക്ക് ചെയ്യണേ. കൂടാതെ നിങ്ങൾ വീഡിയോ അതുമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊപ്പം നിങ്ങൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യം നോട്ടിഫിക്കേഷൻ വരുവേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.